ഇനി സൗദിയിലേക്ക് കടന്നാൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച മഴയും കാറ്റും ആലിപ്പഴ വർഷവും ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ നിരവധി വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. മഴ ശക്തമായ പ്രദേശങ്ങളിൽ ദുരന്ത നിവാരണ സമിതി നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ അപകടകരമായ സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകളിൽ ഉല്ലസിക്കുന്നവർക്ക് 10,000 റിയാൽ പിഴ ചുമത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു പല സ്ഥലങ്ങളിലും. കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ചയായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയും ആലിപ്പഴ വർഷവും കാറ്റും തുടരുകയാണ്. റിയാദ്, ജിദ്ദ, മക്ക, മദീന, അൽബഹ, നജ്റാൻ, അബഹ, ജിസാൻ എന്നീ പ്രദേശങ്ങളിൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. റിയാദിലെ വാദി ദവാസിറിലും അസീറിലെ അബഹയിലും ശക്തമായ മഴയും വേഗതയേറിയ കാറ്റുമാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. മക്കയിലെയും അല്ലയത്തിലെയും ഹൈറേഞ്ചുകളിലും തോയിഫിന്റെ ചില ഭാഗങ്ങളിലും മഴ ശക്തമായിരുന്നു. ഇതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കും വർദ്ധിച്ചു. അൽബഹയിലും ഹായിലും ഡാമുകൾ നിറഞ്ഞു കവിഞ്ഞു. ഇതോടെ വാദികളിലൂടെ വെള്ളം പരന്നൊഴുകാൻ തുടങ്ങി. ഇതുമൂലം നിരവധി റോഡുകൾ വെള്ളത്തിനടിയിലായി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി വാഹനങ്ങൾ വഴിയിൽ പണിമുടക്കി. തോയിഫിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച മഴ ശക്തമായി തുടരുകയാണ്. ഹായിലും തോയിഫിലും ചില സ്ഥലങ്ങളിൽ പ്രധാന ഹൈവേകളിൽ ഉൾപ്പെടെ ആലിപ്പഴ വർഷവും ഉണ്ടായി. മദീനയിൽ റോഡുകളിലൂടെ വെള്ളം കുത്തിയൊഴുകിയെത്തിയതോടെ നിരവധി സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറി. വാഹനങ്ങൾ ഒലിച്ചു പോയതായും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്തെല്ലായിടത്തും സർവ്വസജ്ജമാണ് ദുരന്ത നിവാരണ സമിതി. വെള്ളക്കെട്ടുകളിലേക്കും വാദികളിലേക്കും അടുക്കരുതെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പുകൾ ആവർത്തിക്കുന്നുണ്ട്. അപകടകരമായ സാഹചര്യത്തിൽ വാദികൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നവർക്കും വെള്ളക്കെട്ടുകളിലേക്ക് പോകുന്നവർക്കും 10,000 റിയാൽ പിഴ ചുമത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.